ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 18-ാം ഭാഗം. അമേ നാരായണ. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 286-ാം നാമം വർണ്ണാശ്രമ വിധായിനി. വർണ്ണവ്യവസ്ഥയെപ്പറ്റി ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലെ 12-ാം ശ്ലോകത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപ്രകാരം മനുഷ്യൻ്റെ ജൈവ സ്വഭാവമനുസരിച്ച് ത്രിഗുണാദികളിൽ സത്വ രജോ തമോ ഗുണങ്ങളുടെ പ്രഭാവം നിമിത്തം ഓരോ മനുഷ്യനും ഓരോ തരം ജോലികളിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും യോജിക്കുന്നത് എന്ന് പറയുന്നു. അതുപ്രകാരം സമൂഹത്തിലെ വ്യക്തികളെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നാക്കി തിരിച്ചു. ഇത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് അവരുടെ ജൈവപരമായ സ്വഭാവ സവിശേഷതകളനുസരിച്ച് അവർക്ക് ചില പ്രത്യേക ജോലികളാണ് ചേരുന്നത് എന്ന അർത്ഥത്തിലാണ് ഋഗ്വേദത്തിൽ വർണ്ണവ്യവസ്ഥയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. പരമാത്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവരാണ് ഈ 4 വിഭാഗങ്ങളും എന്നും ഋഗ്വേദത്തിൽ പറയുന്നു. ആ വർണ്ണവ്യവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ പറയുന്ന വർണ്ണ ആശ്രമവിധായിനി എന്ന നാമത്തിലെ വർണ്ണ എന്ന വാക്ക് ഈ വർണ്ണവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇനി ആശ്രമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 4 കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തേത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, ഒടുവിൽ സന്യാസം. ഈ 4 കാലഘട്ടങ്ങളിലും ഒരു വ്യക്തി വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ആ വ്യക്തിക്ക് ഓരോ ധർമ്മമാണുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വർണ്ണാശ്രമങ്ങൾ സൃഷ്ടിച്ച് അത് സംരക്ഷിച്ചു പോരുന്നവളാണ് ദേവി ശ്രീ ലളിതാംബിക എന്ന് പറയും. ഇനി നോക്കൂ, 287-ാം നാമം നിജാജ്ഞാരൂപ നിഗമ. വേദങ്ങൾ ദേവിയുടെ ആജ്ഞകളാകുന്നു, അല്ലെങ്കിൽ വേദങ്ങളാകുന്ന ആജ്ഞകൾ പ്രകാരം സമൂഹത്തെ സംരക്ഷിച്ചു പോരുന്ന ദേവി ലളിതാംബിക. 288-ാം നാമം പുണ്യ അപുണ്യ ഫലപ്രദ. പുണ്യാപുണ്യ ഫലപ്രദ. മനുഷ്യൻ്റെ കർമ്മങ്ങളനുസരിച്ച് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അനുസരിച്ച് ആ കർമ്മത്തിൻ്റെ ഫലം നിശ്ചയിച്ച് കർമ്മഫലമനുസരിച്ച് ഓരോരുത്തർക്കും എന്താണോ പ്രാപ്യമായിട്ടുള്ളത് അത് കൊടുക്കുന്നവൾ ദേവി ലളിതാംബിക. 289-ാം നാമം ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജ ധൂളിക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ലളിതാ നാമസ്തോത്രം ഒരു നല്ലൊരു വർക്ക് ഓഫ് ലിറ്ററേച്ചറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നോക്കൂ, ശ്രുതി ദേവതമാരുടെ സീമന്തത്തിലെ സിന്ദൂരം ദേവിയുടെ കാൽപാദങ്ങളിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയാണ്, പൂമ്പൊടിയാണ് എന്ന് പറയുകയാണ്. വിവാഹിതരായ ശ്രുതി ദേവതമാർ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ നമസ്കരിക്കുന്ന മാത്രയിൽ ദേവിയുടെ കാലുകൾ താമരപ്പൂവിതളുകൾ പോലെയുള്ള ആ കാലുകളിലെ പൂമ്പൊടി ഇവരുടെ സീമന്തരേഖയിൽ വീഴുകയും അത് ആ സീമന്തരേഖയിലെ സിന്ദൂരം പോലെ ജ്വലിക്കുകയും ചെയ്യുന്നു. ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജ ധൂളിക. ദേവിയുടെ പാദാംബുജങ്ങളിലെ ധൂളിക, ആ പൊടിയാണ് ശ്രുതി ദേവതമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരമായി ഭവിക്കുന്നത്. ഇനി നോക്കുക, 290-ാം നാമം സകല ആഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക. സകല ആഗമങ്ങൾ, താന്ത്രിക ഗ്രന്ഥങ്ങളെയാണ് ആഗമങ്ങൾ എന്ന് പറയുന്നത്. ഇവ വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്.
ഈ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ മന്ത്രോച്ചാരണങ്ങളെപ്പറ്റിയും യോഗാഭ്യാസങ്ങളെപ്പറ്റിയും വിവിധ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റിയും എല്ലാം പരാമർശിച്ചിരിക്കുന്നു. ഈ ആഗമങ്ങളാകുന്ന ശുക്തിയിലെ, ഈ ആഗമങ്ങളാകുന്ന ചിപ്പിയിലെ മൗക്തിക മുത്തുമണി പോലെയാണ് ശ്രീ ലളിതാംബികാദേവി വാണരുളുന്നത്. ആഗമങ്ങളാകുന്ന ചിപ്പിയിലെ മുത്തുപോലിരിക്കുന്ന ശ്രീ ലളിതാംബിക. എത്ര നല്ലൊരു ഉപമയാണ് അല്ലേ? ഇനി നോക്കുക, 291 നാമം പുരുഷാർത്ഥപ്രദ. പുരുഷാർത്ഥങ്ങൾ. എന്താ ഈ പുരുഷാർത്ഥങ്ങൾ? പുരുഷാർത്ഥങ്ങൾ എന്നാൽ മനുഷ്യജീവിതത്തിലെ 4 ആത്യന്തിക ലക്ഷ്യങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. എന്തൊക്കെയാണ് ഈ 4 ആത്യന്തിക ലക്ഷ്യങ്ങൾ? ധർമ്മം, ധാർമ്മികത, നീതി എന്ന് പറയുന്ന ധർമ്മം. അർത്ഥം, സമൃദ്ധി, സാമ്പത്തിക മൂല്യം എന്ന അർത്ഥത്തിലുള്ള അർത്ഥം. കാമം എന്നാൽ ഇന്ദ്രിയ സുഖം, ആഗ്രഹനിവൃത്തി എന്നൊക്കെ പറയാം. മോക്ഷം, ഈ പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷമായി പറയുന്നത്. ഈ പുരുഷാർത്ഥങ്ങളാണ് ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഈ പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ. ഇവ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് പുരുഷാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ലളിതാംബിക. ഈ പുരുഷാർത്ഥങ്ങൾ അനുസരിച്ചാണ് ഈ വർണ്ണാശ്രമങ്ങളൊക്കെ ആദ്യകാലത്ത്, ഈ ഋഗ്വേദത്തിലൊക്കെ വർണ്ണാശ്രമ സിസ്റ്റം തന്നെ ഈ പുരുഷാർത്ഥത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ്. കാലം പിന്നിട്ടപ്പോഴാണ് പിന്നീട് ഇത് ജാതി ചിന്തയിലേക്കും മതവിദ്വേഷത്തിലേക്കുമൊക്കെ നീങ്ങിയത്. 292 നാമം പൂർണ്ണ. നമ്മൾ പറയേണ്ടായി വൃദ്ധിക്ഷയങ്ങൾ വരാത്തവളാണ് ദേവി ലളിതാംബിക. അതിനാൽ ദേവി എല്ലായ്പ്പോഴും പൂർണ്ണയാണ്. ദേവിയിൽ കലകളില്ല, ഒരു വിധത്തിലുള്ള കലർപ്പുമില്ലാത്തവളാണ് എന്ന് നമ്മൾ പറയേണ്ടായി. അതിനാൽ ദേവിയെ പൂർണ്ണ എന്ന് വിളിക്കുന്നു. 293 നാമം ഭോഗിനി. ഈ ലോകത്തുള്ള സകലവിധ സുഖഭോഗങ്ങളെയും അനുഭവിക്കുന്നവൾ. സുഖഭോഗങ്ങൾ ഭക്തന് സമ്മാനിക്കുകയും ആ സുഖഭോഗങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്ന ദേവി ലളിതാംബിക. 294 നാമം ഭുവനേശ്വരി. ശിവപത്നിയായ പാർവതിയുടെ ഒരു രൂപമാണ് ഭുവനേശ്വരി. എന്നാൽ ഭുവനത്തിന്, ഈ പ്രപഞ്ചത്തിന് തന്നെ ഈശ്വരിയായിട്ടുള്ള, പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള ദേവി ലളിതാംബിക ഭുവനേശ്വരി എന്നറിയപ്പെടുന്നു. 295 നാമമാണ് അംബിക. അംബിക എന്നാൽ അമ്മ, മാതാവ്, തായ എന്ന അർത്ഥം. 296 നാമം അനാദിനിധന. ആദിയും അന്തവുമില്ലാത്തവൾ. ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിക്ക് ജനന മരണങ്ങളില്ല. ദേവി വിശ്വരൂപയാണ്. വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദേവിക്ക് തുടക്കവും ഒടുക്കവുമില്ല. എല്ലാം ദേവി തന്നെ. 297 നാമം ഹരി ബ്രഹ്മേന്ദ്ര സേവിത. ഹരി എന്നാൽ വിഷ്ണു, ബ്രഹ്മ എന്നാൽ ബ്രഹ്മാവ്, ഇന്ദ്രൻ. ഹരി ബ്രഹ്മേന്ദ്രയാദികളാൽ പൂജിക്കപ്പെടുന്നവൾ, സേവിക്കപ്പെടുന്നവളാണ് ദേവി ലളിതാംബിക. 298 നാമം നാരായണി. നാരായണൻ്റെ ശക്തി സ്രോതസ്സായവൾ നാരായണി. 299 നാമം നാദരൂപ. ഇവിടെ പറയുന്ന നാദം എന്നാൽ പ്രണവനാദമാണ്, ഓംകാര ശബ്ദം. ആ ഓംകാര ശബ്ദം ശരീരമാക്കിയവളാണ് ദേവി ലളിതാംബിക. 300 നാമമാണ് നാമരൂപ വിവർജിത. ലളിതാ സഹസ്രനാമ സ്തോത്രം ഇപ്പോൾ 300 നാമങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ഈ 300 നാമങ്ങളിലും വിവിധ തരത്തിൽ ദേവിയുടെ രൂപവും ഭാവവുമെല്ലാം വർണ്ണിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തി. പക്ഷേ ഈ നാമങ്ങൾക്കെല്ലാം തന്നെ അപ്പുറമാണ് ദേവി.
ദേവീ ചൈതന്യം. ആ ദേവീ ചൈതന്യത്തെ വാക്കുകളാൽ നാമങ്ങളാൽ വർണ്ണിക്കുക സാധ്യമല്ല. അതിനാൽ ദേവി നാമരൂപ വിവർജിതയാണ് എന്ന് അർത്ഥം.